നമസ്കാരം. ഡിയവേഗളാനുവാണ്. ഞാൻ Sreenath. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് FB പേജൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്തേരാ കേട്ടോ. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന് വേണ്ടി ഞാൻ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിന് ഓൾറെഡി നല്ലൊരു കളറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യുന്നില്ല. കുറച്ച് പാട്ട് മാത്രമാണ് ഞാനിത് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വൈറ്റ് കളർ ബോട്ടിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതും ഹാഫായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പാട്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വൈറ്റ് മാസ്കിൻ ടേപ്പാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ലൈൻ പോലെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന പെയിൻറ്റ് റെഡിഷ് മെറൂൺ ആണ്. ഇതൊരു സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രഷിൻ്റെ ആ സ്ട്രോക്കൊക്കെ കാണുമല്ലോ. ഇതാകുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം കേട്ടോ. ഇനി വേണ്ടത് നല്ല കട്ടിയുള്ള പേപ്പറാണ്. നമ്മുടെ കാർഡ്ബോർഡിൻ്റെ അത്രയും കട്ടിയൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ടിഷ്യൂ ബോക്സിൻ്റെ കവറാട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഫ്ലവേഴ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ വലുതും ചെറുതുമായിട്ട് പല സൈസിലുള്ള റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സീഡാണ്. ഞാൻ എടുത്തിരിക്കുന്നത് സ്വീറ്റ് മെലൻ്റെ സീഡാട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിരിക്കുന്നതാണ്. ഏകദേശം ഒരു മാസത്തോളമായെന്ന് തോന്നുന്നു ഞാൻ എടുത്ത് വെച്ചിട്ട്. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേപ്പറിൽ നമുക്ക് കുറച്ച് വൈറ്റ് ഗ്ലൂ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ റൗണ്ടായിട്ട് തന്നെ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓരോരോ സീഡായിട്ട് എടുത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഫസ്റ്റ് ഒട്ടിക്കേണ്ട ഏറ്റവും പുറത്തെ ലെയറാണ്. അതാ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി അടുത്ത ലെയർ സീഡ് വെക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഫസ്റ്റ് ലെയർ സീഡിൻ്റെ രണ്ടെണ്ണത്തിന് മിഡിലായിട്ട് വേണം സെക്കൻഡ് ലെയറിൽ സീഡ് വയ്ക്കാൻ. ഇതാ ഇതേപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ മത്തങ്ങയുടെ കുരു എടുക്കാം, പിന്നെ വാട്ടർമെലൻ്റെ കുരു എടുക്കാം, ഏതും എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ദാ പല സൈസിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നടുവിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടുകാണ്. അപ്പോൾ ഇത്തിരി വൈറ്റ് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് കടുക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. കടുകിന് പകരമായിട്ട് നിങ്ങൾക്ക് ജീരകമോ ഉലുവയോ അല്ലെങ്കിൽ നമ്മുടെ മുട്ടത്തൊണ്ട് എടുത്തിട്ട് പൊടിച്ചിടുന്നതോ അല്ലെങ്കിൽ പേപ്പർ കുരുരാന്ന് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെറുതെ എടുത്തിട്ട് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പിന്നെ പറ്റാതെ വരുമ്പോൾ കളയുമല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാ എല്ലാം ഞാൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് കളർ അടിക്കാൻ പോവാണ്. കളർ ചെയ്യുന്നതിന് വേണ്ടി ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്തത് റെഡും യെല്ലോയും ആണ്. യെല്ലോ കൂടുതലും റെഡ് ഇത്തിരിയും എടുത്താൽ മതി കേട്ടോ. ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്ത് കളർ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഫ്ലവർ പെയിൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം നല്ല ഒരു കളറാണ് ഇതിന് ഓൾറെഡി ഉള്ളത്. നമ്മുടെ പിസ്താഷ്യയിൽ എടുക്കുന്ന പോലെയൊക്കെ തന്നെ. ഓറഞ്ച് കൂടാതെ ഞാൻ ബ്ലൂ കളർ കൂടി പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കളറിലാണ് ഫ്ലവേഴ്സ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചിരിക്കുന്ന കടുകുണ്ടല്ലോ, അതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാം. അക്രിലിക് പെയിൻ്റാണ് എല്ലാം എടുത്തിരിക്കുന്നത്. ഇതാ എല്ലാ ഫ്ലവറും ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നടുക്ക് ബ്ലാക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, പുറത്തോട്ടൊന്നും ആയി പോവാതെ. അങ്ങനെ നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുപ്പിയിൽ അടിച്ചിരുന്ന പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കുപ്പിയും റെഡി ആയിട്ടുണ്ട്. പെയിൻറ്റ് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഒട്ടിച്ചിരുന്ന ആ മാസ്കിൻ ടേപ്പ് ഉണ്ടല്ലോ അതിങ്ങോട്ട് കീറിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ട നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതാ ഇത് കണ്ടേ, ഈ ഫ്ലവറിൻ്റെ ബാക്കിൽ ഇതുപോലെ ഇരിക്കും നമ്മുടെ ആ പേപ്പർ. അതിൽ നമുക്ക് ഗ്ലൂ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫെവി ബോണ്ടോ ഫെവിക്വിക്കൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ വൈറ്റ് ഗ്ലൂ ഒട്ടിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള പാറ്റേണിലൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇനി ഇതിൻ്റെ സ്റ്റെം വേണമെങ്കിലോ ലീഫ് വേണമെങ്കിലോ ഒക്കെ അതും ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഫ്ലവേഴ്സ് മാത്രമാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ കേട്ടോ. അപ്പോൾ അതിനടുത്തൊരു ബെലൈക്കൺ വരും. അതിൽ ഓൾ ഓപ്ഷൻ കൂടെ കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതൊക്കെ കാണുന്നത് മാത്രമല്ല, ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട പെയിൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടല്ലോ, അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ.
പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊക്കെ അങ്ങ് തന്നേക്കണം. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വീണ്ടും അടുത്ത നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ കാണാം. ബൈ. താങ്ക്